ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോഴും ഭരണയന്ത്രത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ പെട്ട് കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ പാഴായിക്കൊണ്ടിരിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. 15 വർഷം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നിയമം നിലവിൽ വന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും അതിന്റെ ഫലമായി ഉടലെടുത്ത പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. മുൻ IPS ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡ് കൗൺസിലറുമായ ശ്രീലേഖ പുറത്തുവിട്ട വിവരങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന അഴിമതിയുടെയും അനാസ്ഥയുടെയും ഒരു പുതിയ അധ്യായത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെയും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ക്രോപ്പേജ് പോളിസി പ്രകാരം 15 വർഷത്തിലധികം പഴക്കമുള്ള എല്ലാ സർക്കാർ വാഹനങ്ങളും നിരത്തിൽ നിന്നും പിൻവലിക്കണം. ഇവയുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകില്ലെന്നും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കില്ലെന്നും നിയമം കർശനമാക്കി. കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിലായി ഏകദേശം 4500 വാഹനങ്ങളാണ് ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കിയത്. ഇതിൽ 3000-ത്തിലധികം വാഹനങ്ങൾ 20 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. അതായത് ഈ വണ്ടികൾ ഇനി ഒരിക്കലും നിരത്തിലിറക്കാൻ കഴിയില്ലെന്ന് ചുരുക്കം. നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഈ വാഹനങ്ങളെല്ലാം വിവിധ സർക്കാർ ഓഫീസുകളുടെ മുറ്റത്തും ഗ്യാരേജുകളിലും തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങി. എന്നാൽ വാഹനങ്ങൾ നിലച്ചെങ്കിലും അവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ മാത്രം നിലച്ചില്ല എന്നതാണ് വിരോധാഭാസം. വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് ആ വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഡ്രൈവർമാരാണ്. ഏകദേശം 3000-ത്തോളം സ്ഥിരം ഡ്രൈവർമാരാണ് ഇപ്പോൾ ജോലിയില്ലാതെ ഓഫീസുകളിൽ ഇരയ്ക്കുന്നത്. ഒരു സർക്കാർ ഡ്രൈവറുടെ ശരാശരി ശമ്പളം അവരുടെ സർവീസ് ആനുകൂല്യങ്ങളും DAയും ഉൾപ്പെടെ കണക്കാക്കിയാൽ കുറഞ്ഞത് 40,000 മുതൽ 50,000 രൂപ വരെ വരും. സീനിയർ ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഇത് ഇതിലും കൂടുതലായിരിക്കും. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഒരു ഡ്രൈവർക്ക് പ്രതിമാസം ശരാശരി 40,000 രൂപ മുതൽ കണക്കാക്കിയാൽ പോലും 3000 പേർക്കായി സർക്കാർ മാസം തോറും നൽകുന്നത് 12 കോടി രൂപയാണ്. അതായത് ഒരു വർഷം 144 കോടി രൂപയാണ് യാതൊരു ജോലിയും ചെയ്യാത്ത ജീവനക്കാർക്ക് ശമ്പളമായി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഓഫീസിലെത്തി പഞ്ചിങ് മെഷീനിൽ വിരൽ പതിപ്പിക്കുക, വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുക, തുടർന്ന് വീണ്ടും പഞ്ച് ചെയ്ത് മടങ്ങുക, ഇതൊരു ദിനചര്യയായി ഈ ജീവനക്കാർക്കിടയിൽ മാറിയിരിക്കുന്നു. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല ഇതെങ്കിലും അവരെ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് നഗ്നമായ സത്യം. ഈ സാമ്പത്തിക ചോർച്ച തിരിച്ചറിഞ്ഞ ധനകാര്യ വകുപ്പ് കഴിഞ്ഞ ജൂലൈ 4-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ മുഖേന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വണ്ടിയില്ലാതെ വെറുതെ ഇരിക്കുന്ന ഡ്രൈവർമാരുടെ കുറവുള്ള മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിക്കണമെന്നായിരുന്നു ആ ഉത്തരവിന്റെ സാരം. കൂടാതെ ഇത്തരത്തിൽ പുനർവിന്യാസം നടത്തുമ്പോൾ നിലവിലുള്ള താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ ഉത്തരവ് വന്ന 6 മാസം പിന്നിട്ടിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല വകുപ്പ് മേധാവികളും തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരെ വിട്ടു നൽകാനോ മറ്റു വകുപ്പുകളിൽ നിന്നുള്ളവരെ സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഓരോ വകുപ്പും ഒരു സ്വതന്ത്ര രാജ്യത്തെ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഭരണപരമായ ഏകോപനമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണവുമാണിത്. ഒരു വശത്ത് സ്ഥിരം ഡ്രൈവർമാർ ജോലിയില്ലാതെ ശമ്പളം വാങ്ങുമ്പോൾ മറുവശത്ത് പല വകുപ്പുകളിലും ഇപ്പോഴും താൽക്കാലിക ഡ്രൈവർമാരെ നിയമിക്കുന്നത് തുടരുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട് പകരം സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നീക്കം. ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയുണ്ടെന്ന് ശ്രീലേഖയെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൽക്കാലിക നിയമനങ്ങളിലൂടെ സ്വന്തക്കാരെ തിരികെ കയറ്റാനും അവർക്ക് ശമ്പളം നൽകാനുമുള്ള താല്പര്യം കാരണമാണ് പുനർവിന്യാസം നടക്കാത്തതെന്ന ആക്ഷേപം ശക്തമാണ്. ഇതുവഴി ഖജനാവിന് ഇരട്ടിപ്രഹരമാണ് ഏൽക്കുന്നത്. ഒരു വശത്ത് വെറുതെ ഇരിക്കുന്നവർക്ക് ശമ്പളം നൽകുന്നു, മറുവശത്ത് പുതിയ ആൾക്കാരെ വെച്ച് അവർക്കും ശമ്പളം നൽകുന്നു. 1 രൂപ പോലും കരുതലോടെ ചെലവാക്കേണ്ട സാഹചര്യത്തിലാണ് ഈ അനാസ്ഥ എന്നത് ലജ്ജാവഹമാണ്. നശിക്കുന്ന പൊതുമുതൽ ഓടാതെ കിടക്കുന്ന 4500-ഓളം വാഹനങ്ങളുടെ അവസ്ഥയും ദയനീയമാണ്. മഴ നനഞ്ഞും വെയിലേറ്റും ഇവ നശിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യസമയത്ത് ഇവ ലേലം ചെയ്ത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം സ്ക്രാപ്പ് മൂല്യമെങ്കിലും സർക്കാരിന് ലഭിക്കുമായിരുന്നു. വണ്ടികൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ ലേലത്തിൽ പോലും ആർക്കും ആവശ്യമില്ലാത്ത സ്ഥിതി വരും. ഇത് പൊതുമുതലിനോടുള്ള കുറ്റകരമായ അനാസ്ഥയാണ്. പുതിയ വണ്ടികൾ വാങ്ങാൻ പണമില്ല എന്ന് വിലപിക്കുന്ന സർക്കാർ ഉള്ള വാഹനങ്ങൾ സംരക്ഷിക്കുന്നതിലോ കാലാവധി കഴിഞ്ഞവ ആദായകരമായി ഒഴിവാക്കുന്നതിലോ ശ്രദ്ധിക്കുന്നില്ല. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വിവരണാതീതമാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാനും ദൈനംദിന ചെലവുകൾക്കുമായി സർക്കാർ കടമെടുപ്പിനെ ആശ്രയിക്കുന്ന കാലമാണിത്. ഈ സാഹചര്യത്തിൽ പ്രതിമാസം 12 കോടി രൂപ വെറുതെ പാഴാക്കുക എന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല.
ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇത് 144 കോടി രൂപ വരും. ഇത്രയും തുകയുണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാനോ വികസന പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കുമായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പിടിപ്പുകേട് മൂലം ജനങ്ങളുടെ നികുതി പണമാണ് ഇത്തരത്തിൽ ഒഴുകിപ്പോകുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. അതിനായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ വകുപ്പുകളിലെയും ഡ്രൈവർമാരെ ഒരു പൊതു പൂളിന് കീഴിൽ കൊണ്ടുവരിക. എവിടെയാണോ വാഹനമുള്ളത് അവിടേക്ക് ഡ്രൈവർമാരെ നിയോഗിക്കുക. സ്ഥിരം ജീവനക്കാർ ഉള്ളപ്പോൾ താൽക്കാലിക ഡ്രൈവർമാരെ നിയമിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കി നടപടിയെടുക്കണം. ഡ്രൈവിംഗ് ജോലി അല്ലാത്തവർക്ക് താൽക്കാലികമായി ഓഫീസുകളിലെ മറ്റ് ക്ലറിക്കൽ അല്ലെങ്കിൽ അറ്റൻഡന്റ് ജോലികൾ നൽകാൻ നിയമ ഭേദഗതി വരുത്തണം. സ്ക്രാപ്പേജ് പോളിസിയിൽ ഉൾപ്പെട്ട വണ്ടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ലേലം ചെയ്ത് മാറ്റി ഓഫീസുകളിൽ സ്ഥലം ലാഭിക്കുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുക. ശ്രീലേഖ പുറത്തുവിട്ട ഈ വിവരങ്ങൾ കേവലം ഒരു അഴിമതി കഥ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭരണ സംവിധാനം എത്രത്തോളം തുരുമ്പിച്ചതാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നടപ്പിലാക്കാനാണ്, അല്ലാതെ ഫയലുകളിൽ വിശ്രമിക്കാനല്ല. പ്രതിമാസം 12 കോടി രൂപയുടെ ഈ നഷ്ടം തുടരാൻ അനുവദിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഭരണാധികാരികൾ സ്വന്തം വകുപ്പുകളിലെ ഈ വലിയ ചോർച്ച അടയ്ക്കാൻ തയ്യാറാകണം. സുതാര്യമായ ഭരണവും കൃത്യമായ ഏകോപനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ദുരവസ്ഥകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കൂ.